മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ DIG അജിത ബീഗത്തിൻ്റെ ഇതേക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഒന്ന് കേൾക്കാൻ പറ്റുന്നെങ്കിൽ അത് കേട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ഡോക്ടർ വിനീത് കുമാറിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. DIG അജിത ബീഗം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്നിപ്പോൾ നടപടികളൊക്കെ കുറെ കൂടി ശക്തമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മൊഴികൾ എടുക്കുന്നുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് നടപടിക്രമങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചത്. ഒന്ന് കേട്ടിട്ട് ഡോക്ടർ വിനീതിലേക്ക് വരാം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പം അങ്ങനെ എണ്ണമൊന്നുമല്ല, എല്ലാം SITയുടെ പരിഗണനയിലാണ്. ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ SITയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലയിൻസും വരുന്നത്. അത് അന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തറവായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ വിനീത് കുമാർ, ഈ കാര്യത്തിൽ പലയിടത്താണ് വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത് ആകെ പരിശോധിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തി. അതിൽ DIG അജിത ബീഗം സംസാരിച്ചാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ചിലതിൽ കേസായിട്ടുണ്ട്, ഇപ്പോൾ മൊഴിയെടുക്കുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണത്തിലെ മൊഴിയെടുപ്പ് തുടരുന്നു എന്ന മട്ടിലാണ്. ഒരുപക്ഷെ ഈ സമയത്ത് തീർന്നിട്ടുണ്ടാകാറില്ല. അപ്പോഴും ആ പ്രോസസ്സ് മണിക്കൂറുകൾ നീളുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുന്നതോടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തായി വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളെ, അന്വേഷണത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്നത് നിയമപരമായി കുറെ കൂടി വെളിപ്പെടുത്തൽ നടത്തിയവർക്ക് സഹായകരമായി മാറുമോ? അത് കുറെ കൂടി എഫക്റ്റീവായൊരു അന്വേഷണത്തിലേക്ക് പലയിടത്തായി പോകാതെ കുറെ കൂടി ഏകോപിച്ച് മുന്നോട്ട് പോകുന്നതിന് കൂടുതൽ സഹായകരമാകുമോ? ശരത്ത്, അതിലേക്ക് മറുപടി പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു വിലയിരുത്തൽ ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, മറ്റൊരു ചർച്ചയിൽ ഞാൻ കൈരളിയിൽ തന്നെ പങ്കെടുത്തപ്പോൾ അത് വളരെ കോലാഹലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ഗവൺമെൻറ് വിട്ടതിന് ശേഷം ഉണ്ടായ ഒരു വലിയ കോൺട്രവേഴ്സിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ാം തീയതി. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓരോ ദിവസവും, ഇപ്പോൾ ശ്രീമതി അജിത ബീഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഇതിൽ കൈരളിയിൽ കണ്ടത് വരെ വെച്ച് നോക്കുമ്പോൾ ഇതിനിടയിലുണ്ടായ ഡെവലപ്മെൻറ്റ്, കാരണം അന്ന് പറഞ്ഞത് ഈ എയറിൽ നിന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അതിൽ പറഞ്ഞത് കൃത്യമായിട്ടും പരാതികൾ വരികയാണെങ്കിൽ അതിന് ഏത് ഉന്നതനാണെങ്കിലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും എന്ന് പറയുകയും, ആ നടപടികൾ നമ്മൾ ആ ഒരു പത്രസമ്മേളനത്തിന് ശേഷം കാണുന്ന ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വളരെ ഞാൻ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള ഒരു നിലപാടാണ് കാണുന്നത്. അതിൻ്റെ ഇപ്പോൾ ശരത്തിനോട് ചോദിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഘടന ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് പറയാം, അന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരുപാട്, ഏകദേശം എൻ്റെ ഇപ്പോൾ അറിവനുസരിച്ച് ഏകദേശം 18ഓളം പരാതികൾ അതിജീവിതന്മാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതികൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അത് പബ്ലിക് ഡൊമൈനിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതും കൃത്യമായിട്ട് അത് തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകൃതമായിട്ടുള്ളത്. നമ്മളിപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകൃതമായി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒന്നുകിൽ ഗവൺമെൻറ്റിന്, അതല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് ചീഫിന് തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ട് ഒരു ഗവൺമെൻറ് ഉത്തരവിറങ്ങണം, അല്ലെങ്കിൽ അത് പോലീസ് ചീഫിൻ്റെ ഒരു ഉത്തരവിറങ്ങണം. അങ്ങനെയാണ് അതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകുക. ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തിന് ചുമതല എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 0 FIR വരെ സ്കോപ്പ് ഉള്ള സമയത്ത് തന്നെയും കഴിയുന്നതും അതാത് സ്ഥലങ്ങളിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിനകത്തുള്ള ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ അവർ പറയുകയുണ്ടായി, ഈ അതിജീവിതകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ വളരെ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത്
ബാക്കിയുള്ള നടപടികൾ പോകും. നമുക്കറിയാം, കാരണം ക്രിമിനൽ നടപടി നിയമം ഇപ്പോൾ അത് BNSS എന്ന് മാറിയെങ്കിലും, കാരണം ഈ ജൂലൈ 1 തീയതി മുതൽ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന പ്രോട്ടോക്കോൾ കൃത്യമായിട്ടും ഇനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് പാലിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ കുറിച്ചെടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ഒഫൻസുകൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ അത് റേപ്പിൻ്റെ ആണ് എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണെങ്കിലോ, അല്ലെങ്കിൽ 354 മാത്രം IPC, കാരണം ഇത് മുൻപ് നടന്ന ഒഫൻസ് ആയതുകൊണ്ട് IPC വകുപ്പുകളായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, BNS വെച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം FIRൽ വകുപ്പുകൾ ചേർത്ത് തീർച്ചയായിട്ടും ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. പിന്നെ കൂടാതെ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ബാക്കി തുടർ നടപടികൾ, ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില സംശയങ്ങളുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വേണ്ടി വരും. ആ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോട്ടോക്കോളുണ്ട്. ചില മെഡിക്കൽ പരിശോധന അനിവാര്യമാണ് ഇതിനകത്ത്. പിന്നെ കൂടാതെ തന്നെ അത് വീഡിയോഗ്രാഫിലൂടെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള നടപടികളെന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലം കണ്ടെത്തുക, അതിലേക്ക് മഹസറുകൾ തയ്യാറാക്കുക, ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ വേണ്ടി വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിജീവിതയുടെ യഥാർത്ഥ പ്രശ്നങ്ങളും അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതും ജസ്റ്റിസ് കൊടുക്കേണ്ടതും ഉള്ളതുപോലെ തന്നെ തീർച്ചയായിട്ടും പ്രതിഭാഗത്ത് നിൽക്കുന്നവരും അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് നിൽക്കുന്നവരുടെയും അതിനകത്ത് അവരുടെയും നീതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പോലീസിനുണ്ട്. അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് DIGയും പറഞ്ഞത് തന്നെയാണ്, അതാത് പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് ആ കേസുകളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറുന്നു, മൊഴികൾ പരിശോധിക്കുന്നു, വീണ്ടും ഡീറ്റെയിൽഡായിട്ട് മൊഴികൾ എടുക്കേണ്ടതുണ്ട് എങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടതുണ്ടെങ്കിൽ വീണ്ടും എടുക്കാം, അനുബന്ധമായ തെളിവുകളുടെ ശേഖരണം പ്രധാനമാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ വെളിപ്പെടുത്തലുകളിൽ കണ്ടത് പലതും കാലപ്പഴക്കം സംഭവിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏത് നിലയ്ക്കാണ് അവരെ അത് ബാധിക്കുക? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മാധ്യമങ്ങളുടെ ഒരു വലിയ താല്പര്യവും മാധ്യമങ്ങളിലൂടെയാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ ഇവരെല്ലാം തന്നെ പോലീസിന് മുമ്പാകെ, അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതിക്കാരായി മാറുമ്പോൾ അന്വേഷണത്തിന് സഹായകരമാകും വിധം അവർക്കൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ? തുടർന്ന് ഈ അന്വേഷണവുമായി സഹകരിച്ച് അന്വേഷണത്തിന് കൈമാറേണ്ട വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അനുചിതമാവില്ലേ? അക്കാര്യത്തിലടക്കം അവർക്കും ശ്രദ്ധിക്കേണ്ടതായി വരുമോ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഈ കളക്ട് ചെയ്യുന്ന തെളിവുകളെല്ലാം അത് പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ പിടിച്ചു എന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഏത് തരത്തിലേക്കാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകൾ കിട്ടി, ഏതൊക്കെ തെളിവുകൾ കിട്ടിയില്ല എന്നൊന്നും ഒരു കാരണവശാലും ഇനിയിപ്പം നമ്മൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. നേരത്തെ ശരത്ത് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു ക്രൈമിനും അതിന് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ചില കാലാവധിയുണ്ട്. ഗോൾഡൻ അവേഴ്സ്, ആ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് തെളിവുകൾ നഷ്ടപ്പെടാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശേഖരിക്കാൻ കഴിയുന്ന ആ പീരീഡാണ് ഗോൾഡൻ അവേഴ്സ്. അപ്പോൾ ആ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമാണ് തെളിവുകൾ കിട്ടുക എന്നുള്ളത് വളരെ വളരെ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ പരിമിതിയുണ്ട്. കാരണം കോടതിയുടെ മുമ്പാകെ എത്തുമ്പോൾ കോടതിക്ക് നമ്മൾ പറയും പോലെ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ പിന്നെ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചകളോ ഒന്നുമല്ല, കോടതിയുടെ മുമ്പിൽ തെളിവാണ്. ആ തെളിവ് എങ്ങനെയാണ്, എത്രത്തോളം വിശ്വസനീയമായിട്ടുള്ള തെളിവാണ് വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് ആയിരിക്കും തീർച്ചയായിട്ടും ആ കേസിൽ വിധി പറയുക. അപ്പോൾ തെളിവുകൾ നഷ്ടപ്പെടാനുള്ള കാലാവധി ഒരുപാട് കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇതിൻ്റെ അകത്ത് വളരെയേറെ പണിപ്പെടേണ്ടി വരും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല.